ബാംഗ്ലൂർ മലയാളികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് ട്രെയിൻ എന്നത്. ജനപ്രതിനിധികളുടെയും യാത്രക്കാരുടെയും ആവശ്യം പരിഗണിച്ച് വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് ആരംഭിച്ചെങ്കിലും ഇത് ബംഗളൂരുവിലെ മലയാളി സമൂഹത്തിന് പ്രയോജനപ്പെടുന്നില്ലെന്നാണ് ഇപ്പോൾ പരാതി വരുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന സമയവും സ്റ്റേഷനും മാറ്റണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ബംഗളൂരു കന്റോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്നും ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് പുലർച്ചെ 5:30-നാണ് പുറപ്പെടുന്നത്. ഈ സമയം പുനഃക്രമീകരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് ബംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്നത് രാവിലെ 6 മണിയെങ്കിലും ആക്കണമെന്നാണ് ആവശ്യം. തിരുവനന്തപുരത്തെ കൊച്ചുവേളി പോലുള്ള റെയിൽവേ സ്റ്റേഷനാണ് BNC എന്ന് ചുരുക്കി വിളിക്കുന്ന ബംഗളൂരു കന്റോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ. മറ്റു റെയിൽവേ സ്റ്റേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ BNCയിലേക്കുള്ള യാത്ര എളുപ്പമല്ല. പുലർച്ചെ 5:30-ന് BNCയിലേക്ക് എത്തിച്ചേരണമെന്നത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകും. ബംഗളൂരു മജസ്റ്റിക് അഥവാ SBC റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വന്ദേ ഭാരത് യാത്ര തുടങ്ങിയാൽ അത് നിരവധി യാത്രികർക്ക് അനുഗ്രഹമാകുമെന്നും യാത്രക്കാരുടെ കൂട്ടായ്മ ചൂണ്ടിക്കാട്ടുന്നു. മെട്രോ കണക്ടിവിറ്റിയുടെ കുറവാണ് മറ്റൊരു പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത്. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് ബംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്ന സ്റ്റേഷൻ മാറ്റിയാൽ അത് കൂടുതൽ യാത്രികർക്ക് ഉപകാരപ്പെടും. മെട്രോയുമായി ബന്ധമുള്ള മജസ്റ്റിക്കിൽ നിന്നും വന്ദേ ഭാരത് യാത്ര ആരംഭിച്ചാൽ ഏറെ നന്നായിരിക്കും. അതേസമയം പ്രതിദിന സർവീസായി വന്ദേ ഭാരത് ഓടുന്ന കാര്യവും പരിഗണിക്കണമെന്നും യാത്രക്കാർ പറയുന്നു. വന്ദേ ഭാരതിൻ്റെ ടിക്കറ്റ് നിരക്ക് കൂടുതലാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. 2 ജനറൽ കമ്പാർട്ട്മെൻറ്റെങ്കിലും വന്ദേ ഭാരതിൽ ഉൾക്കൊള്ളിച്ചാൽ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും. ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ മുൻകൂട്ടി റിസർവ് ചെയ്യുന്നവരല്ലാത്ത യാത്രികർക്കും വന്ദേ ഭാരതിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താനാവുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് ആഴ്ചയിൽ 3 ദിവസങ്ങളിലാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. അതിനു പകരം ഈ സർവീസ് സ്ഥിരമാക്കണം എന്ന ആവശ്യവും ശക്തമാണ്. 8 കോച്ചുകളിൽ നിന്ന് 11 കോച്ചുകളായി ഉയർത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 12:50-ന് പുറപ്പെടുന്ന ട്രെയിൻ ബംഗളൂരു കന്റോൺമെൻറ്റിൽ രാത്രി 10 മണിക്കാണ് എത്തിച്ചേരുന്നത്. എല്ലാ ആഴ്ചയും ബുധൻ, വെള്ളി, ഞായർ എന്നീ ദിവസങ്ങളിലാണ് സർവീസ് നടത്തുന്നത്. അതേസമയം BNCയിൽ നിന്നും പുലർച്ചെ 6 മണിക്ക് പുറപ്പെടുകയും ചെയ്യും. തിരിച്ച് എറണാകുളത്ത് ഉച്ചയ്ക്ക് 2:20-ഓടെ മടങ്ങിയെത്തും. വ്യാഴം, ശനി, തിങ്കൾ എന്നീ ദിവസങ്ങളിലാണ് തിരിച്ചുള്ള സർവീസുകൾ. തൃശ്ശൂർ, പാലക്കാട്, പോടന്നൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം എന്നിവിടങ്ങളിലായിരിക്കും 3-ാം വന്ദേ ഭാരതിന് സ്റ്റോപ്പുകളുള്ളത്. എറണാകുളത്ത് നിന്നും ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:50-ന് യാത്ര ആരംഭിക്കുന്ന വന്ദേ ഭാരത് 1:53-ന് തൃശ്ശൂരിലെത്തും. തുടർന്ന് 3:15-ന് പാലക്കാട് എത്തിച്ചേരും. 4:13-ന് പോത്തന്നൂരിലും 4:58-ന് തിരുപ്പൂരിലും 5:45-ന് ഈറോഡിലും 6:33-ന് സേലത്തും നിർത്തുന്ന ട്രെയിൻ രാത്രി 10 മണിക്ക് ബംഗളൂരു കന്റോൺമെൻറ്റിൽ എത്തിച്ചേരും. പിറ്റേന്ന് പുലർച്ചെയാണ് എറണാകുളത്തേക്കുള്ള മടക്കയാത്ര. അതായത് വ്യാഴം, ശനി, തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ 5:30-ക്ക് ബംഗളൂരു കന്റോൺമെൻറ്റിൽ നിന്നും വന്ദേ ഭാരത് എറണാകുളത്തേക്ക് യാത്ര ആരംഭിക്കും. സേലത്ത് രാവിലെ 8:58-ന് ട്രെയിൻ എത്തും. ഈറോഡ് എത്തുന്നത് 9:50-ന്. തിരുപ്പൂരിൽ 10:33-ന് എത്തുന്ന ട്രെയിൻ പോത്തന്നൂരിലെത്തുമ്പോൾ 11:15 പാലക്കാട് 12:08-നും തൃശ്ശൂരിൽ 1:18-നും എത്തുന്ന വന്ദേ ഭാരത് ട്രെയിൻ എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുമ്പോൾ 2:20 എറണാകുളം ബംഗളൂരു AC ചെയർക്കാരന് 1465 രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാരന് 2945 രൂപയുമാണ് നിരക്ക്. ബസ് ചാർജിനേക്കാൾ ഇതല്പം കൂടുതലാണെന്ന് തോന്നുമെങ്കിലും സമയലാഭവും സൗകര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഏറെ ലാഭകരമാകും എന്നാണ് യാത്രക്കാർ സൂചിപ്പിക്കുന്നത്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം. എന്നാൽ കേരളത്തിലെ ട്രാക്കുകളുടെ പ്രശ്നങ്ങൾ മൂലം വേഗത കുറച്ചാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിനായാണ് ദക്ഷിണ റെയിൽവേ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ 2 തവണ കേരളത്തിലെത്തിച്ച വന്ദേ ഭാരത് കർണാടകയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇപ്പോഴത്തെ വന്ദേ ഭാരത് ഭാവിയിൽ സ്ഥിരം സർവീസാക്കി മാറ്റുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന സൂചനയെങ്കിലും എപ്പോൾ മുതൽ സ്ഥിരം ട്രെയിനാക്കുമെന്ന കാര്യം റെയിൽവേ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല.